Hello all, welcome back to NEET Physics. ഞാൻ ഗോപു ചന്ദ്രൻ. അപ്പോൾ നമ്മൾ ഇന്ന് തെർമോഡൈനാമിക്സിന്റെ ഫൈനൽ പാർട്ടിലേക്ക് കിടക്കുകയാണ്. മൂന്നാമത്തെ പാർട്ട്. ഇതിനു മുൻപുള്ള പാർട്സ് കാണാത്തവർക്ക് വേണ്ടി അതിന്റെ ലിങ്ക്സ് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടിട്ടുണ്ട്. കാണാൻ ശ്രമിക്കുക. ഇതൊരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ശ്രമിക്കുക. ഫ്രണ്ട്സ് ആയിട്ടൊക്കെ ഷെയർ ചെയ്യാം. സോ നമുക്ക് ഒന്നാമത്തെ ചോദ്യത്തിലേക്ക് കിടക്കാം. In thermodynamic process, which of the following statement is not true? Not true ഏതാണെന്ന് ചോദിക്കുന്നത്. ഒന്നാമത്തെ എന്താ പറയുന്നത്? ഐസോകോറിക് പ്രോസസ് പ്രഷർ റിമെയിൻസ് കോൺസ്റ്റന്റ്. തെറ്റല്ലേ? അവിടെ ആരോ കോൺസ്റ്റന്റ്? വോള്യം ആയിരിക്കും കോൺസ്റ്റന്റ്. രണ്ടാമത്തെ എന്താ പറയുന്നത്? ഐസോതെർമൽ പ്രോസസ് ടെമ്പറേച്ചർ റിമെയിൻസ് കോൺസ്റ്റന്റ്. ശരിയല്ലേ? നോട്ട് ട്രൂ ആ ചോദിക്കുന്നല്ലേ. അപ്പൊ നോട്ട് ട്രൂ ആണെങ്കിൽ ഉത്തരം എ അല്ലേ? നോട്ട് ട്രൂ ആണെങ്കിൽ ഇപ്പൊ ഉത്തരം എ അല്ലേ? വേറെ നോക്കേണ്ട ആവശ്യമുണ്ടോ? ബാക്കിയെല്ലാം കറക്റ്റ് ആയിരിക്കും. ഓക്കെ അല്ലേ? അടുത്ത ചോദ്യം. ഡെൽറ്റ യു എന്ന് പറയുന്നത് നമ്മുടെ ഇന്റേണൽ എനർജി ആണ്. ഡെൽറ്റ ഡബ്ല്യു എന്ന് പറയുന്നത് വർക്ക് ഡൺ ബൈ ദി സിസ്റ്റം ആണ്. അങ്ങനെയാണെങ്കിൽ തെർമോഡൈനാമിക് പ്രോസസ്സിൽ തന്നിരിക്കുന്ന 4 സ്റ്റേറ്റ്മെന്റിൽ കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ഏതാ? ഓക്കെ, നമ്മളിവിടെ കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ആണ് കണ്ടുപിടിക്കാൻ പോകുന്നത്. അഡയബാറ്റിക് പ്രോസസ്. എന്താ അഡയബാറ്റിക് പ്രോസസ് എന്ന് വെച്ചാൽ ഡെൽറ്റ ക്യൂ ഈക്വൽ ടു 0 അല്ലേ? എന്നുവെച്ചാൽ ഡെൽറ്റ യു പ്ലസ് ഡെൽറ്റ ഡബ്ല്യു ഈക്വൽ ടു എന്തായിരിക്കും? 0 ആയിരിക്കും. അഡയബാറ്റിക്കിൽ ഫസ്റ്റ് ലോ പ്രകാരം ഡെൽറ്റ ക്യൂ 0 ആയതുകൊണ്ട് ഡെൽറ്റ യു പ്ലസ് ഡെൽറ്റ ഡബ്ല്യു എന്തായിരിക്കും? 0 ആയിരിക്കും. അപ്പൊ എന്ത് കിട്ടും നമുക്ക്? ഡെൽറ്റ യു ഈക്വൽ ടു മൈനസ് ഡെൽറ്റ ഡബ്ല്യു എന്ന് കിട്ടും. അപ്പൊ ഇത് കറക്റ്റ് അല്ലേ? ഓപ്ഷൻ എ തന്നെ കറക്റ്റ് ആണ്. ഓപ്ഷൻ എ കറക്റ്റ് ആണ്, വേറൊന്നും നോക്കണ്ട. ഐസോതെർമൽ ആണെങ്കിലോ? ഐസോതെർമൽ ആണെങ്കിൽ ഡെൽറ്റ യു 0 ആയിരിക്കും കേട്ടോ. അപ്പൊ നിങ്ങൾക്ക് ഈ ഓപ്ഷൻ എന്തായാലും തെറ്റായിരിക്കും. ഐസോതെർമൽ ഡെൽറ്റ യു എന്തായിരിക്കും? 0 ആയിരിക്കും. ഓക്കെ, പിന്നെ അഡയബാറ്റിക് ഡെൽറ്റ യു ഈക്വൽ ടു മൈനസ് ഡെൽറ്റ ഡബ്ല്യു എന്നാണ് നമുക്ക് കിട്ടുന്നത്. അതുകൊണ്ട് സി എന്തായിരിക്കും? തെറ്റായിരിക്കും. ക്ലിയർ ആണോ? അടുത്ത ചോദ്യം. An ideal gas at 27 degrees Celsius. ഐഡിയൽ ഗ്യാസ് 27 ഡിഗ്രി സെൽഷ്യസ് എന്ന് വെച്ചാൽ 300 കെൽവിൻ ആണ്. അഡയബാറ്റിക്ലി ടു 8/27 ഓഫ് ഇറ്റ്സ് ഒറിജിനൽ വോള്യൂം. അപ്പൊ V2 എന്ന് പറയുന്നത് 8/27 V1 അല്ലെങ്കിൽ V2/V1 എന്ന് പറയുന്നത് എന്തായിരിക്കും? 8/27. വാട്ട് ഈസ് റൈസ് ഇൻ ടെമ്പറേച്ചർ? ഡെൽറ്റ ടി എന്താണെന്ന് ചോദ്യം. ആദ്യം നമുക്ക് ഒരു ഇക്വേഷൻ, ടെമ്പറേച്ചറും വോള്യൂം നമ്മൾ ഇക്വേഷൻ TV റേസ് ടു ഗാമ മൈനസ് 1 കോൺസ്റ്റന്റ് അല്ലേ? എന്ന് വെച്ചാൽ ടി എന്ന് വെച്ചാൽ ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു V റേസ് ടു ഗാമ മൈനസ് 1 ആയിരിക്കും. എന്ന് വെച്ചാൽ അർത്ഥം എന്താ? T2/T1 എന്ന് പറയുന്നത് V1/V2 ഹോൾ റേസ് ടു ഗാമ മൈനസ് 1. T2/T1 എന്ന് വെച്ചാൽ V1/V2 എന്ത് കിട്ടും? 27/8 ഹോൾ റേസ് ടു. അഡയബാറ്റിക് ഐഡിയൽ ഗ്യാസ് എന്നൊക്കെ പറയുമ്പോൾ ഗാമ അവിടെ തന്നിട്ടുണ്ട് 5/3. ഗാമ 5/3 തന്നിട്ടുണ്ട്. അപ്പൊ 27ന് 3 ക്യൂബ് എന്ന് എഴുതാ, 8ന് 2 ക്യൂബ് എന്ന് എഴുതാ, ഹോൾ റേസ് ടു 5/3 മൈനസ് 1 2/3. സോ കംപ്ലീറ്റ് 3യും ക്യാൻസൽ ചെയ്യും. അപ്പൊ നിങ്ങൾക്ക് 3 സ്ക്വയർ ബൈ 2 സ്ക്വയർ 9/4 എന്ന് കിട്ടും. T2/T1 9/4. അപ്പൊ T2 ഈക്വൽ ടു എന്ത് കിട്ടും? 9/4 T1 എന്ന് കിട്ടും. 9/4 ഇൻറ്റു 300 എന്ന് കിട്ടും. അപ്പൊ എന്ത് കിട്ടും? 9/4 ഇൻറ്റു 300 9 ഇൻറ്റു 75 അല്ലേ കിട്ടുന്നത്? 9 ഇൻറ്റു 75 അപ്പോ 750 മൈനസ് 75 അല്ലേ? 675 കെൽവിൻ എന്ന് കിട്ടും. 675 ഇതാണ് T2. പക്ഷെ അവര് റൈസ് ഇൻ ടെമ്പറേച്ചർ എന്ന് വെച്ചാൽ എന്താ? T2 മൈനസ് T1. അപ്പൊ 675 മൈനസ് 300 375 കെൽവിൻ എന്ന് കിട്ടും. 375 കെൽവിൻ ഈസ് ഓപ്ഷൻ ബി. ഓപ്ഷൻ ബി എന്ന് കിട്ടും. ഓക്കെ, അടുത്ത ചോദ്യം. അപ്പൊ അതുപോലൊരു ചോദ്യമാണ്. മോണോ അറ്റോമിക് ഗ്യാസ് എന്ന് വെച്ചാൽ എന്തായിരിക്കും? ഗാമ. മോണോ അറ്റോമിക്കിന്റെ ഗാമ എത്രയാ? 5/3. അറിയില്ലെങ്കിൽ നോട്ട് ചെയ്യുക. ഗാമ 5/3 ആണ്. ഇനിഷ്യൽ പ്രഷർ P1, വോള്യൂം V1, കംപ്രസ്ഡ് 1/8 എന്ന് വെച്ചാൽ V2/V1 എന്ന് പറയുന്നത് 1/8 ആണ്. അല്ലെങ്കിൽ V1/V2 എന്ന് വെച്ചാൽ 8 എന്ന് എഴുതാം. ചോദ്യം P2 എന്താണ്? വാട്ട് ഈസ് P2? ഇപ്പൊ ചെയ്തപോലെ ഇവിടെ നമ്മുടെ PV റേസ് ടു ഗാമയാണ് കോൺസ്റ്റന്റ്. അഡയബാറ്റിക്കലി PV റേസ് ടു ഗാമ കോൺസ്റ്റന്റ്, P ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു V റേസ് ടു ഗാമ. So what is P2/P1?
P2 by V1 തിരിച്ചു വരും അല്ലെ, V1 by V2 whole raised to gamma എന്ന് വരും. That is P2 by P1 equal to 8 raised to ഗാമയ്ക്ക് 5/3 എന്ന് കൊടുക്കുക. 8ന് 2 cube എന്ന് കൊടുക്കുക, whole raised to 5/3, 3 cancel ആകും, 2 raised to 5 32 എന്ന് കിട്ടും, or P2 equal to 32 P1 എന്ന് കിട്ടും. P2 equal to 32 P1, ഓപ്ഷൻ ഡി. ഓപ്ഷൻ ഡി. അപ്പൊ ഈ അഡിയാബാറ്റിക്കിന്റെ ഇങ്ങനെയുള്ള ഇക്വേഷൻസ് ഒക്കെ ഇമ്പോർട്ടന്റ് ആണ്. കഴിഞ്ഞ പാർട്ടിലും നമ്മൾ ഇതുപോലെ ഒരു ഭാഗം ചെയ്തിട്ടുണ്ടായിരുന്നു ക്വസ്റ്റ്യൻ. അപ്പൊ ഈ ഇക്വേഷൻസ് ഒക്കെ നോട്ട് ചെയ്ത് വെക്കുക. ഇവിടെ നമ്മളിനി സെക്കൻഡ് ലോയിലേക്ക് കിടക്കുകയാണ്. സെക്കൻഡ് ലോ ഹീറ്റ് എഞ്ചിനും റെഫ്രിജറേറ്റർ ആയിട്ടൊക്കെ തിയറി നിങ്ങൾ പഠിച്ചിട്ട് വരണമെന്ന് ഞാൻ ഓൾറെഡി പറഞ്ഞു. സോ ഒരു എഫിഷ്യൻസി ഓഫ് ഐഡിയൽ ഹീറ്റ് എഞ്ചിൻ ഫ്രീസിംഗ് പോയിന്റിന്റെയും ബോയിലിംഗ് പോയിന്റിന്റെയും, ഫ്രീസിംഗ് പോയിന്റ് എന്ന് വെച്ചാൽ എത്രയാ 0 ഡിഗ്രി സെൽഷ്യസും, ബോയിലിംഗ് പോയിന്റ് എന്ന് വെച്ചാൽ 100 ഡിഗ്രി സെൽഷ്യസും. ഓക്കെ, ആ ഒരു ഹീറ്റ് എഞ്ചിന്റെ എഫിഷ്യൻസി നമുക്കറിയാം. എഫിഷ്യൻസി ഓഫ് എഞ്ചിൻ എന്ന് വെച്ചാൽ 1 - T2 by T1 ആണ് അല്ലെ. പെർസെന്റേജിൽ കിട്ടണമെങ്കിൽ എന്ത് ചെയ്താൽ മതി, ഇൻറ്റു 100 ചെയ്താൽ മതി. പെർസെന്റേജിൽ കിട്ടണമെങ്കിൽ ഇൻറ്റു 100 ചെയ്താൽ മതി. സോ 1 - T2 എന്ന് വെച്ചാൽ നമ്മുടെ ലോവർ ടെമ്പറേച്ചർ 0 ഡിഗ്രി സെൽഷ്യസ്. ഓക്കെ, T2 എന്ന് വെച്ചാൽ 0 ഡിഗ്രി ആണ്, 273 കെൽവിൻ. T1 എന്ന് വെച്ചാൽ 100 ഡിഗ്രി ആണ്, 373 കെൽവിൻ. സോ ഇങ്ങനെ കിട്ടും, ഹോൾ ഇൻറ്റു 100 എന്ന് കിട്ടും. സോ യു വിൽ ഗെറ്റ് 100 by 373 into 100 എന്ന് കിട്ടും അല്ലെ. നിങ്ങളിതൊരു 400 എടുത്താൽ പോലും നിങ്ങൾ 373 നിങ്ങൾ 400 ഇപ്പൊ എടുക്കുകയാണെന്ന് വിചാരിക്കും. 400 എടുക്കണമെങ്കിൽ നമുക്ക് എന്ത് കിട്ടും, 25ന്റെ അടുത്ത് ഉത്തരം കിട്ടും. പക്ഷെ 25നേക്കാളും കുറച്ച് കൂടുതലായിരിക്കും അല്ലെ. 373 400 എടുക്കുകയാണെങ്കിലാണ് 25 കിട്ടുന്നത്. അപ്പൊ എക്സാക്ട് 373 തന്നെ നമ്മൾ എടുക്കണമെങ്കിൽ എന്ത് ചെയ്യും, 25നേക്കാളും കുറച്ച് കൂടുതലായിരിക്കും കിട്ടുന്നത്. അങ്ങനെ വരുന്ന ഓപ്ഷൻ എ അല്ലേ. ഓപ്ഷൻ എ ക്ലിയർ ആണോ? അടുത്ത ചോദ്യം. ഇവിടെ റെഫ്രിജറേറ്റർ പറഞ്ഞിരിക്കുന്നത് 1 കലോറി 4.2 ജൂൾ എന്നൊക്കെ തന്നിട്ടുണ്ട്. റെഫ്രിജറേറ്ററിന്റെ ലോവർ ടെമ്പറേച്ചർ 4 ഡിഗ്രി സെൽഷ്യസ് തന്നിട്ടുണ്ട്. എന്ന് വെച്ചാൽ എത്രയായിരിക്കും 4 ഡിഗ്രി സെൽഷ്യസ്, 277 കെൽവിൻ അല്ലെ. ഹയർ ടെമ്പറേച്ചർ 30 ഡിഗ്രി സെൽഷ്യസ് തന്നിട്ടുണ്ട്. അപ്പൊ 333 കെൽവിൻ വരും. പിന്നെ ഹീറ്റർ മോഡ് Q2 600 കലോറി തന്നിട്ടുണ്ട്. 600 കലോറി എന്ന് വെച്ചാൽ ഇൻറ്റു 4.2 ചെയ്താൽ മതി, അത്രയും ജൂള് കിട്ടും. അപ്പൊ എന്ത് കിട്ടും, 420 into 6 എന്ന് കിട്ടും അല്ലേ. ദാറ്റ് ഈസ് 2520 ജൂൾ എന്ന് കിട്ടും. 2520 ജൂൾ എന്ന് കിട്ടും. കിട്ടില്ലേ? വർക്ക് ഡൺ എന്താന്നാ ചോദ്യം. നമ്മൾ കൊടുക്കേണ്ട പവർ അല്ലെങ്കിൽ വർക്ക് എന്താന്നാണ് ചോദ്യം. വർക്ക് അല്ലെങ്കിൽ പവർ, വർക്ക് പെർ യൂണിറ്റ് ടൈം, അത് തന്നെയാണ് പവർ. സോ കോഎഫിഷ്യന്റ് നമുക്കറിയാം, COP, കോഎഫിഷ്യന്റ് ഓഫ് പെർഫോമൻസ് ബീറ്റ എന്ന് വെച്ചാൽ എന്താ ഇക്വേഷൻ, T2 by T1 minus T2 which is equal to Q2 by W ആണ്, which is equal to Q2 by W. അപ്പൊ W കിട്ടണമെങ്കിൽ എന്ത് ചെയ്താൽ മതി, Q2 into T1 minus T2 by T2 എന്ന് എഴുതാം. W equal to Q2 into T1 minus T2 by T2 എന്ന് എഴുതാം. Q2നെ 2520 എന്ന് കൊടുക്കുക. T1 minus T2 അല്ലെ, T1 ഉം D2 T1 minus T2 ചെയ്യുമ്പോൾ എന്ത് കിട്ടും, 26 എന്ന് കിട്ടും. ബൈ T2 by T2 എത്രയാ, 277 അല്ലെ. ഇപ്പൊ എന്തായാലും നമുക്ക് ആൻസർ ഇത് അപ്രോക്സിമേറ്റ്ലി എത്ര വരും, ഇത് അപ്രോക്സിമേറ്റ്ലി ഒരു 0.1ന്റെ അടുത്ത് വരില്ലേ, അപ്രോക്സിമേറ്റ്ലി 0.1ന്റെ അടുത്ത് വരില്ലേ അല്ലെ. ആൻസർ അപ്രോക്സിമേറ്റ്ലി 250ന്റെ അടുത്ത് കിട്ടും. ആൻസർ അപ്രോക്സിമേറ്റ്ലി 252ന്റെ അടുത്തൊരു ഉത്തരവായിരിക്കും. അതിന്റെ അടുത്ത് വരുന്നത് ആരാ, ഓപ്ഷൻ എ. അടുത്ത് വരുന്ന ഉത്തരം ഏതാ, ഓപ്ഷൻ എ ആണ്. ആൻസർ ഓപ്ഷൻ എ. ക്ലിയർ അല്ലേ? അടുത്ത ചോദ്യം. ഒരു എഞ്ചിന്റെ എഫിഷ്യൻസി 1/10 ആണ്. ഒരു എഞ്ചിന്റെ എഫിഷ്യൻസി എന്ന് വെച്ചാൽ 1/10 ആണ്. വീണോ എഫിഷ്യൻസി എന്ന് വെച്ചാൽ എന്താ, 1 - T2 by T1 അല്ലേ.
അപ്പൊ 1 മൈനസ് T2 ബൈ T1 ആണ് 1/10 അല്ലെങ്കിൽ T2 ബൈ T1 ഈക്വൽ ടു നമുക്ക് എന്ത് എഴുതാം 1 മൈനസ് 1/10 9/10 എന്ന് എഴുതാം. വർക്ക് ഡൺ 10 ജൂൾ, W ഈക്വൽ ടു 10 ജൂൾ തന്നിട്ടുണ്ട്. എമൗണ്ട് ഓഫ് ഹീറ്റ് എനർജി അബ്സോർബ്ഡ് ഫ്രം ലോവർ ടെമ്പറേച്ചർ Q2 എന്താണെന്ന ചോദ്യം. വാട്ട് ഈസ് Q2? ഓക്കെ, അപ്പൊ ഇവിടെ W എന്ന് വെച്ചാൽ എന്താ Q1 മൈനസ് Q2. Q1 മൈനസ് Q2 ആണ് 10 ജൂള്. അപ്പൊ Q1 ഈക്വൽ ടു നമുക്ക് 10 പ്ലസ് Q2 എന്ന് എഴുതാം. Q1 ഈക്വൽ ടു 10 പ്ലസ് Q2. പിന്നെ കാർനോട്ട് എഞ്ചിൻ എന്നൊക്കെ പറയുമ്പോൾ Q1 ബൈ T1 എന്തിന് ഈക്വൽ ആയിരിക്കും? Q2 ബൈ T2 ഈക്വൽ ആയിരിക്കും അല്ലേ? അല്ലെങ്കിൽ Q1 ബൈ Q2 ഈക്വൽ ടു എന്തിന് ഈക്വൽ ആയിരിക്കും? T1 ബൈ T2 ഈക്വൽ ആയിരിക്കും. ദാറ്റ് ഈസ് Q1 നെ നമുക്ക് എന്ത് എഴുതാം? Q2 പ്ലസ് 10 എന്ന് എഴുതാം. Q1 നെ Q2 പ്ലസ് 10 ബൈ Q2 ഈക്വൽ ടു നോക്കിയേ T2 ബൈ T1 9/10, T1 ബൈ T2 അപ്പം 10/9 ആയിരിക്കും. 10/9 അല്ലെ? ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാം. സോ 9Q2 പ്ലസ് 90 ഈക്വൽ ടു 10Q2 എന്ന് വരും. ഓർ Q2 ഈക്വൽ ടു 90 എന്ന് കിട്ടും. Q2 ഈക്വൽ ടു എന്ത് കിട്ടും? 90 എന്ന് കിട്ടും. ഓപ്ഷൻ എ എന്ന് കിട്ടും. അടുത്ത ചോദ്യം നോക്കിയേ. An engine has an efficiency. ഈ എഫിഷ്യൻസി എന്ന് വെച്ചാൽ നമ്മൾ ഓൾറെഡി പറഞ്ഞല്ലേ 1 മൈനസ് T2 ബൈ T1, അല്ലെങ്കിൽ നിങ്ങൾ T2 ബൈ T1 ഈക്വൽ ടു 1 മൈനസ് എഫിഷ്യൻസി എന്ന് കാണാതെ പഠിച്ചു വയ്ക്കുക. T2 ബൈ T1 ഈക്വൽ ടു 1 മൈനസ് എഫിഷ്യൻസി. അപ്പൊ ഫസ്റ്റ് കേസിൽ നമുക്ക് T2 ബൈ T1 എന്ന് പറയുന്നത് 1 മൈനസ് 1/6, ദാറ്റ് ഈസ് T2 ബൈ T1 ഈക്വൽ ടു 5/6 എന്ന് കിട്ടും. അവിടെ ഇരിക്കട്ടെ. T2 ബൈ T1 5/6. ഇനി രണ്ടാമത്തെ കേസിൽ എന്ത് ചെയ്തു? സിങ്കിന്റെ ടെമ്പറേച്ചർ 62 ഡിഗ്രി സെൽഷ്യസ് കുറച്ചു. സിങ്കിന്റെ ടെമ്പറേച്ചർ എന്ത് ചെയ്തു? 62 ഡിഗ്രി സെൽഷ്യസ് കുറച്ചു. അപ്പൊ എഫിഷ്യൻസി ഡബിൾ ആയി എന്നാ പറയുന്നത്. അപ്പൊ എഫിഷ്യൻസി ഡബിൾ ആയി. അപ്പൊ നമുക്ക് രണ്ടാമത്തെ കേസിൽ T2 ന് പകരം T2 ഡാഷ് എന്ന് എടുക്കാം. T2 ന് പകരം T2 ഡാഷ് എന്ന് എടുക്കാം ബൈ T1. എഫിഷ്യൻസി ഡബിൾ ആയി അല്ലെ? അപ്പൊ 1 മൈനസ് 1/6 ന് പകരം 2/6 വരും. കാരണം എഫിഷ്യൻസി ഡബിൾ ആയി എന്ന് വെച്ചാൽ 1/6 becomes 2/6. So you will get 4/6 അല്ലെ? T2 ഡാഷ് ബൈ T1 4/6. അപ്പൊ നമുക്ക് എന്ത് കിട്ടി? ലോജിക്ക് നോക്കിയോ. T2 ബൈ T1 5/6 കിട്ടി. T2 ഡാഷ് ബൈ T1 4/6 കിട്ടി. ഇവിടെ നിങ്ങൾ നോക്കിയാൽ മനസ്സിലാകും. അതായത് T1 രണ്ട് കേസിൽ നമുക്ക് 6 ആ വരുന്നത്. T1 ന് മാറ്റൂല. But what happens to T2? T2 decreases അല്ലെ? T2 എന്ന് പറയുന്നത് 5 ഉണ്ടായിരുന്നത് 4 ആയിട്ട് മാറി. T2 എന്ന് പറയുന്നത് 5 ഉണ്ടായിരുന്നത് 4 ആയിട്ട് മാറി. എന്നുവെച്ചാൽ 1 യൂണിറ്റാ കുറഞ്ഞിരിക്കുന്നത്. T2 എന്ന് വെച്ചാൽ 1 യൂണിറ്റ് ആണ് കുറഞ്ഞിരിക്കുന്നത്. ഈ 1 യൂണിറ്റ് അവർ എത്ര തന്നിട്ടുണ്ട്? 62 ഡിഗ്രി സെൽഷ്യസ് തന്നിട്ടുണ്ട്. 1 യൂണിറ്റ് ആണ് അവർ തന്നിരിക്കുന്ന 62 ഡിഗ്രി സെൽഷ്യസ് അല്ലെ? അപ്പൊ സോഴ്സിന്റെ ടെമ്പറേച്ചർ എന്താണെന്നാ ചോദ്യം. സോഴ്സിന്റെ ടെമ്പറേച്ചർ. അപ്പൊ സോഴ്സ് എന്ന് വെച്ചാൽ 6 യൂണിറ്റ് ആണ്. 6 യൂണിറ്റ് എന്ന് വെച്ചാൽ 62 into 6. അപ്പൊ നിങ്ങൾക്ക് 372 എന്ന് കിട്ടും. അല്ലല്ല, ഇത് കെൽവിനിലേക്ക് മാറ്റേണ്ടി വരും കേട്ടോ. കെൽവിനിലേക്ക് മാറ്റേണ്ടി വരും. നമ്മളിത് എപ്പോഴും ചെയ്യുമ്പോൾ കെൽവിനിൽ ചെയ്യണത് മറക്കല്ലേ. 1 യൂണിറ്റ് എന്ന് വെച്ചാൽ 62 ഡിഗ്രി സെൽഷ്യസ് ആണ്. അപ്പൊ 62 പ്ലസ് 273 ചെയ്യുമ്പോൾ 5 335 കെൽവിൻ എന്ന് കിട്ടും. 1 യൂണിറ്റ് എന്ന് വെച്ചാൽ 335 കെൽവിൻ ആണ് അല്ലെ? അങ്ങനെയാണെങ്കിൽ സോഴ്സ് എന്ന് പറയുന്നത് എത്രയാ? 6 യൂണിറ്റ് ആണ്. സോഴ്സ് എന്ന് പറയുന്നത് 6 യൂണിറ്റ് ആണ്. 6 into 335 എന്ന് കിട്ടും. എന്തോ ഒരു പ്രശ്നം എവിടെയോ സംഭവിച്ചല്ലോ. ഒരു മിനിറ്റ് ഒന്ന് ചെക്ക് ചെയ്യട്ടെ. T2 ബൈ T1 1 മൈനസ് എഫിഷ്യൻസി ആണ്. 1 മൈനസ് 1/6 കിട്ടും. 5/6 കിട്ടും. രണ്ടാമത്തെ കേസിൽ 4/6 കിട്ടും. അപ്പൊ T2 ആണ് കുറയുന്നത്. ടെമ്പറേച്ചർ ഓഫ് ദി സിങ്ക് 62 ഡിഗ്രി ആണെങ്കിൽ 1 യൂണിറ്റ് 62 ആണ്. അങ്ങനെയാണെങ്കിൽ 62 പ്ലസ് 273 5 7 6 13 335 ആണ്. 335 into 6 ചെയ്യും. ഇവിടെ എന്തോ ഒരു പ്രശ്നം വരുന്നുണ്ട് കേട്ടോ. എന്തോ ക്വസ്റ്റ്യനിൽ മിസ്റ്റേക്ക് ആണോ എന്ന് എനിക്കറിയില്ല. 335 into 6 ചെയ്യുമ്പോൾ 33 ഉണ്ട്. അപ്പൊ എന്തായാലും നമുക്ക് ഉത്തരം കിട്ടില്ല. ഓക്കെ, ഐ തിങ്ക്
ക്വസ്റ്റ്യനിൽ ഇൻകറക്റ്റ് ആണോ എന്നൊരു ഡൗട്ട് ഉണ്ട്. ക്വസ്റ്റ്യൻ ഇൻകറക്റ്റ്. ഇനി നമുക്ക് നോർമൽ മെത്തേഡ് ഒന്ന് വെറുതെ ചെയ്ത് നോക്കട്ടെ. ഇങ്ങനെ ചെയ്യുമ്പോൾ എനിക്ക് ഉത്തരം കിട്ടുന്നില്ല. നോർമൽ മെത്തേഡിൽ നമുക്ക് T2 ഈക്വൽ ടു എന്ത് കിട്ടും? 5/6 T1 എന്ന് കിട്ടും. T2 ഡാഷ് എന്ന് വെച്ചാൽ എന്ത് കിട്ടും? T2 ഡാഷ് 4/6 T1 എന്ന് കിട്ടും. ഇനി T2 ഡാഷ് എന്ന് വെച്ചാൽ എത്രയാ? T1 മൈനസ് 62. T2 മൈനസ് 62. T2 മൈനസ് 62 ആണ് 4/6 T1. അല്ല, T2 മൈനസ് 62 ആണ് 4/6 T1. T2 എന്ന് വെച്ചാൽ നമുക്ക് 5/6 T1 കിട്ടി. 5/6 T1 മൈനസ് 62 ഈക്വൽ ടു 4/6 T1. അപ്പൊ 1/6 T1 ഈക്വൽ ടു 62 എന്ന് കിട്ടും. അപ്പോൾ നിങ്ങൾക്ക് T1 ഈക്വൽ ടു 62 ഇൻറ്റു 6 എന്നാണ് കിട്ടുന്നത്. 62 ഇൻറ്റു 6. അപ്പൊ ഇവിടെ നമുക്ക് എന്താ കിട്ടിയത്? കൺസെപ്റ്റ് മനസ്സിലായി. എന്റെ മിസ്റ്റേക്ക് ആയിരിക്കും. നോക്കാട്ടോ, ഞാൻ അത് ഇതുപോലത്തെ ഒരു പ്രോഗ്രാം കൂടി ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഓക്കെ, ഈ ടെമ്പറേച്ചർ 62 ഡിഗ്രി സെൽഷ്യസ്, നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കുക. 62 ഡിഗ്രി സെൽഷ്യസ് ടെമ്പറേച്ചർ കുറഞ്ഞു എന്ന് പറയുന്നതും 62 കെൽവിൻ കുറഞ്ഞു എന്നുള്ളതും സെയിം ആണ്. ഓക്കെ, ഡെൽറ്റ സി ഈക്വൽ ടു ഡെൽറ്റ കെ. ഡിക്രീസ് ഇൻ ടെമ്പറേച്ചർ ഇൻ ഡിഗ്രി സെൽഷ്യസും ഡിക്രീസ് ഇൻ ടെമ്പറേച്ചർ ഇൻ കെൽവിനും സെയിം ആണ്. അറിയാത്തവർ നോട്ട് ചെയ്ത് വെക്കുക. ഓക്കെ, സിംഗിൾ ടെമ്പറേച്ചർ അല്ല, ഡിക്രീസ് ഇൻ കെൽവിൻ ഈസ് ഈക്വൽ ടു ഡിക്രീസ് ഇൻ സെൽഷ്യസ്. അപ്പൊ ഇവിടെ 62 ഡിഗ്രി സെൽഷ്യസ് കുറയാണ് ചെയ്യുന്നത് അല്ലേ? ഫൈനൽ ടെമ്പറേച്ചർ അല്ല, 62 ഡിഗ്രി സെൽഷ്യസ് കുറയാന്ന് വെച്ചാൽ 62 കെൽവിൻ കുറയാന്ന് അർത്ഥം. അപ്പൊ ഒരു യൂണിറ്റ് 62 കെൽവിൻ ആണെങ്കിൽ 6 യൂണിറ്റ് എന്ന് വെച്ചാൽ എന്തായിരിക്കും? 6 ഇൻറ്റു 62 ആയിരിക്കും. 6 2s are 12. 372 കെൽവിൻ എന്നാ കിട്ടുക. ഡിഗ്രി സെൽഷ്യസ് അല്ല, 372 കെൽവിൻ എന്ന് കിട്ടും. T1 ഈക്വൽ ടു 372 കെൽവിൻ. അല്ലെങ്കിൽ ഡിഗ്രി സെൽഷ്യസിൽ പറയുകയാണെങ്കിൽ എന്തായിരിക്കും? 372 മൈനസ് 273 ചെയ്താൽ മതി. അപ്പൊ നിങ്ങൾക്ക് എന്ത് കിട്ടും? 99 എന്ന് കിട്ടും. 99 ഡിഗ്രി സെൽഷ്യസ്. ക്ലിയർ ആണോ? അതാണ് ഇവിടെ എനിക്ക് പറ്റിയ അമ്മളി. 62 ഡിഗ്രി സെൽഷ്യസ് കുറയുക എന്ന് വെച്ചാൽ എത്ര കെൽവിൻ ആയിരിക്കും കുറയുന്നത്? 62 കെൽവിൻ ആയിരിക്കും കുറയുന്നത്. നോട്ട് ചെയ്യാ. ഓക്കെ, ഇതുപോലെ ഒരു ചോദ്യം കൂടി നമുക്ക് ചെയ്യാം. ഈ ഒരു ചോദ്യം നോക്കാം. an ideal ഗ്യാസ് ഹീറ്റ് എഞ്ചിൻ ആണ്. ഹയർ ടെമ്പറേച്ചർ 227 ഡിഗ്രി സെൽഷ്യസ് തന്നിട്ടുണ്ട്. അപ്പൊ നമ്മൾ 227 പ്ലസ് 273 ചെയ്യുമ്പോൾ 500 കെൽവിൻ എന്ന് കിട്ടും. T1. T2 127 ഡിഗ്രി സെൽഷ്യസ് തന്നിട്ടുണ്ട്. അപ്പൊ 127 പ്ലസ് 273 ചെയ്യുമ്പോൾ 400 കെൽവിൻ എന്ന് കിട്ടും. ഇനി ഇറ്റ് അബ്സോർബ് 6 കലോറി അറ്റ് ഹയർ ടെമ്പറേച്ചർ. അപ്പൊ Q1 എന്ന് പറയുന്നതാണ് ഹയർ ടെമ്പറേച്ചറിൽ 6 കലോറി, കിലോ കലോറി. ചോദ്യം എന്താ? വർക്ക് എന്താണെന്നാ ചോദ്യം. വർക്ക് എന്താണെന്നാണ് ചോദ്യം. വർക്ക്. അപ്പൊ എഫിഷ്യൻസി എന്ന് വെച്ചാൽ നമുക്കറിയാം W/Q1 ആണ്. എഫിഷ്യൻസി ഈക്വൽ ടു W/Q1 ആണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു 1 മൈനസ് T2/T1 അല്ലേ? ദാറ്റ് ഈസ് W/6 ഈക്വൽ ടു 1 മൈനസ് 400/500. 1 മൈനസ് 4/5 1/5 എന്ന് കിട്ടും. or W equal to 6/5 എന്ന് കിട്ടും. 6/5 is 1.2 യൂണിറ്റ് എന്താ? കിലോ കലോറി. 1.2 കിലോ കലോറി. ഓപ്ഷൻ ഡി. സോ നമ്മുടെ ഫൈനൽ ക്വസ്റ്റ്യനിലേക്ക് നമ്മൾ കിടക്കുകയാണ്. ഈ ഒരു ചോദ്യം നോക്കാം. എഫിഷ്യൻസി ഓഫ് കാർനോട്ട് എഞ്ചിൻ ഈസ് 50%. എഫിഷ്യൻസി എന്ന് വെച്ചാൽ 50% എന്ന് വെച്ചാൽ 1/2 ആണ്. ഈക്വൽ ടു എനിക്ക് 1 മൈനസ് T2/T1 എന്ന് എഴുതാം. അല്ലെങ്കിൽ T2/T1 ഈക്വൽ ടു ഞാൻ 1/2 എന്ന് എഴുതി. ഇക്വേഷൻ 1 നമ്മൾ നേരത്തെ ചെയ്ത പോലെ ഞാൻ ചെയ്യുന്നു. ഓക്കെ, പക്ഷെ ഇവിടെ ടെമ്പറേച്ചർ ഓഫ് സിങ്ക് തന്നിട്ടുണ്ട്. T2 ഡയറക്റ്റ് തന്നിട്ടുണ്ട്. ഓക്കെ, T2 എന്ന് പറയുന്നത് എത്ര തന്നിട്ടുണ്ട്? 500 കെൽവിൻ തന്നിട്ടുണ്ട്. അവിടെ നിൽക്കട്ടെ, നമുക്ക് പ്രീവിയസ് ചെയ്ത പോലെ നിങ്ങൾക്ക് കൺസെപ്റ്റ് ഞാൻ മനസ്സിലാക്കി തരാം. ഇനി ടെമ്പറേച്ചർ ഓഫ് ദി സോഴ്സ് ഈസ് കെപ്റ്റ് കോൺസ്റ്റന്റ്. T1 കെപ്റ്റ് കോൺസ്റ്റന്റ്. എഫിഷ്യൻസി റൈസ്ഡ് ടു 60%. സോ ഫൈനൽ എഫിഷ്യൻസി എന്ന് വെച്ചാൽ എത്രയാ? 60% ആണ്. 60% എന്ന് വെച്ചാൽ എത്രയാ? 60/100 അല്ലേ? 60/100 6/10.
3/5. 60% എന്ന് വെച്ചാൽ 3/5 ആണ്. 3/5 3/5 എനിക്ക് വേണമെങ്കിൽ 6/10 എന്ന് എഴുതാം. ഓക്കെ, 6/10 എന്ന് എഴുതാം. അതേപോലെ ഇവിടെ ഞാൻ തൽക്കാലം ഡിനോമിനേറ്റർ സെയിം ആക്കാൻ വേണ്ടി 5/10 1/2 ഞാൻ 5/10 എന്ന് തന്നെ എഴുതുന്നുണ്ട്. അപ്പൊ T2/T1 5/10 കിട്ടി. രണ്ടാമത്തെ കേസിൽ എഫിഷ്യൻസി എന്ന് വെച്ചാൽ 6/10 ആണ്. അപ്പൊ നമുക്ക് T2-T1 കിട്ടുമ്പോൾ എന്ത് ചെയ്യും? 1 - 6/10 4/10 കിട്ടും. T2-T1 4/10 എന്തൊക്കെ കിട്ടി? T2/T1 equal to 5/10, T2-T1 equal to 4/10 കിട്ടി. ചോദ്യം T2- എന്താണെന്ന ചോദ്യം. T2- എന്താ? T1 remains constant. നോക്കിയേ, T2 5 യൂണിറ്റ് അവിടെ എത്ര തന്നിട്ടുണ്ട്? 500 കെൽവിൻ തന്നിട്ടുണ്ട്. 5 യൂണിറ്റ് 500 കെൽവിൻ. അപ്പൊ നമുക്ക് T2- എന്ന് വെച്ചാൽ എത്രയും 4 യൂണിറ്റ് അല്ലേ? 5 യൂണിറ്റ് 500 കെൽവിൻ ആണെങ്കിൽ 4 യൂണിറ്റ് എന്തായിരിക്കും? 400 കെൽവിൻ ആയിരിക്കും. 4 യൂണിറ്റ് 400 കെൽവിൻ ആയിരിക്കും. ഓപ്ഷൻ സി എന്ന് കിട്ടും. കൺസെപ്റ്റ് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. സോ നമ്മൾ അങ്ങനെ തെർമോഡൈനാമിക്സ് തീർന്നിട്ടുണ്ട്. ആൻഡ് സോ നമ്മൾ അടുത്ത ക്ലാസ്സിൽ കൈനറ്റിക് തിയറി ആയിരിക്കും ചെയ്യാൻ പോകുന്നത്. അതുവരെ ബൈ, സി യു, ടേക്ക് കെയർ, താങ്ക് യു.